പഞ്ചായത്തിൽ 51% പോളിംഗ് എത്തിയെന്നാണ്. അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഇവിടെ. ഈ ഘട്ടത്തിൽ 3 ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. CPM ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അമരമ്പലം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മെച്ചപ്പെട്ട ലീഡ് LDFന് നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് അമരമ്പലം. മാത്രമല്ല പരമ്പരാഗതമായി LDFന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണിത്. അങ്ങനെ LDF ഇത്തവണ M സ്വരാജ് മത്സരിക്കുമ്പോൾ കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഇടം കൂടിയാണ്. എന്തായാലും 35 ബൂത്തുകളാണ് ഈ പഞ്ചായത്തിൽ ആകെ ഉള്ളത്. രാവിലെ നല്ല തിരക്കായിരുന്നു, ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോളിംഗ് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വോട്ട് ചെയ്ത് പലരും വരുന്നു. വോട്ട് ചെയ്തോ? തിരക്ക് ഇല്ലല്ലോ കാര്യമായി? തീരെ ഇല്ല, തിരക്കില്ല. നന്നായിട്ട് ചെയ്യാൻ പറ്റി. മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റി. രാവിലെ അല്പം തിരക്കുണ്ടായിരുന്നോ? ഈ സമയത്ത് തിരക്ക് കുറഞ്ഞല്ലേ? കുറഞ്ഞു. കാരണം പൊതുവെ അങ്ങനെയാണ്, രാവിലെ നല്ല തിരക്കുണ്ടാവും. ഈ സമയത്താകുമ്പോഴത്തേക്ക് എല്ലാവരും കഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് തിരക്ക് ഒഴിവായിട്ട് ചെയ്യാൻ പറ്റി. മഴ അല്പം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. എന്നാലും നമ്മൾ ജനാധിപത്യ രീതിയിൽ വോട്ട്, അതിന് ആ ഒരു ഇൻട്രസ്റ്റ് എന്തായാലും ഉണ്ടല്ലോ. അപ്പം പിന്നെ അതിൽ മഴ നമുക്കൊരു പ്രോബ്ലം അല്ല. വൈകിട്ടത്തേക്ക് ആകുമ്പോൾ തിരക്ക് കൂടുമായിരിക്കും അല്ലേ? ഒരു പക്ഷേ ചിലപ്പോൾ തിരക്ക് കൂടും. രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു, വൈകിട്ട് രാവിലെ തിരക്കായതുകൊണ്ടാണ് ഈ സമയത്ത്. അതെ അതെ. എന്തായാലും രാവിലെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഒരു പക്ഷേ അതൊക്കെ കൊണ്ടാകാം നേരത്തെ 51% പോളിംഗ് എത്തിയിരുന്നു. ഒരു കാര്യം എന്തായാലും വ്യക്തമാവുകയാണ്, അതായത് കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 61% പോളിംഗ് താന്നിരുന്നു. പക്ഷേ അതിനൊക്കെ മുകളിൽ പോകുമെന്നേതാണ്ട് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വൈകിട്ട് 6 മണിയോടെ എടുക്കുമ്പോൾ കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. 3 ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2,32,381 വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലാകെയുള്ളത്. അതിൽ എത്ര പേർ വോട്ട് ചെയ്യും എന്നത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ന്യൂ വോട്ടേഴ്സ്, അതായത് 7,700ഓളം പുതിയ വോട്ടർമാരുമുണ്ട്. നിർണായക പോരാട്ടമായതിനാൽ ഈ പുതിയ വോട്ടർമാരുടെ മനസ്സെന്ത്, അവരുടെ ചിന്ത എന്ത് എന്നതൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ വോട്ട് എങ്ങോട്ട്, കന്നി വോട്ട് എങ്ങോട്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏറെക്കുറെ സ്വാധീനിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഹോം വോട്ടിംഗ്, അതായത് വീട്ടിൽ വോട്ട് ചെയ്യാൻ അപേക്ഷ കൊടുത്ത് കിട്ടിയ ഏകദേശം 1,200ഓളം പേരും അങ്ങനെയുണ്ട്. എന്തായാലും വളരെ നിർണായകമായൊരു പോരാട്ടത്തിൽ സമ്മതിദാനാവകാശം അവർ വിനിയോഗിക്കുന്നു. രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഉച്ചയാകുമ്പോഴേക്കും തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. ആ കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്തി? വോട്ട് രേഖപ്പെടുത്തിയല്ലോ? തിരക്ക് ഇപ്പോൾ അല്പം കുറവാണ്. മഴ ഒക്കെ പ്രശ്നമാകുന്നുണ്ടോ? നല്ല മഴ ഉണ്ട്, കുറവാണ് മഴ. ഈ സമയത്താണോ വോട്ട് ചെയ്യാൻ വരാറ് സാധാരണ? രാവിലെ കൂടൂല. ഇവിടെ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 263 ബൂത്തുകളാണ് ഈ മണ്ഡലത്തിൽ ആകെയുള്ളത്. മാത്രമല്ല ഈ ബൂത്തുകൾ കുറേ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് അത്തരത്തിൽ പലർക്കും ഈ ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ വോട്ടറാണോ, കന്നി വോട്ടറാണോ, ആദ്യമായിട്ട് വോട്ട് ചെയ്യാനോ? തിരക്ക് കുറവാണല്ലേ? എന്തായാലും ന്യൂ വോട്ടറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7,700 പുതിയ വോട്ടർമാരുണ്ട്. ആ പുതിയ വോട്ടർമാരിൽ ഉൾപ്പെട്ട വോട്ടറാണ്.